ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹരിയും അതുപോലെ തന്നെ പൂർണിമാമയും മിത്രേട്ടനും ഉണ്ണിക്കുട്ടനും സേതുവും പല്ലവിയും അങ്ങനെ എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ട്. അപ്പം ഋതുവിനെയും നമ്മുടെ സ്വാധീനെയും വിളിച്ചു വരുത്തിയിട്ട് ഓർമ്മയില്ല നിനക്ക്, നീ വെറുതെ വിളിച്ചു കൂവി ആകെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാ അന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അന്ന് തന്നെ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ ചെയ്ത തെറ്റിന് സോറി പറ. ഞാനോ എന്ന് ചോദിച്ചു. പിന്നെ ഞാനാണോ എന്ന് ചോദിച്ചു പൂർണിമാമ. മറുത്തൊന്നും പറയണ്ട, ഇത് അന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു. ചെയ്യിക്കാത്തത് എന്റെ തെറ്റ്. അതെ, സമയം കളയാതെ വേഗം തന്നെ അങ്ങ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഋതിക അവിടെ വന്നിട്ട് ശരിയാണോ അമ്മേ എന്ന് ചോദിച്ചോ. ശരിയാണ്, അതാണ് ശരി. തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം, അതാണ്. മാപ്പ് ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറച്ചു നേരം നിന്നു. അപ്പം എന്നെ ആരും തിരുത്താനൊന്നും ഇനി നിൽക്കണ്ട, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. കല്യാണ വീടാ, ഈ വീട്ടിലെ ഒരാള് മനോവിഷമത്തോടു കൂടി നിൽക്കാൻ പാടില്ല. പറഞ്ഞതനുസരിക്ക് സ്വാതി എന്ന് പറഞ്ഞു. അവസാനം പിന്നെ സ്വാതിക്ക് വേറെ ഇതില്ല, അനുസരിക്ക് സ്വാതി എന്ന് പറഞ്ഞു വേഗം സേതു. അപ്പൊ എല്ലാവർക്കും ഒരു പരിഹാസം പോലെ കേട്ടോ. സോറി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേനും കേട്ടല്ലോ, അതെ ഇനി ഹരിക്ക് ആശംസ അറിയിക്കാവല്ലോ എന്ന് ചോദിച്ചു പല്ലവി. പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലതുപോലെ, മനസ്സിന് ഇഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഹരി അച്ഛന് ആശംസ പറയാ. അപ്പൊ ആ ചടങ്ങും കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് വിളക്ക് കത്തിച്ച് തുടങ്ങിയാലോ മിത്രേട്ടാ. അല്ല സേതു, ആരാ വിളക്ക് കത്തിക്കുന്നത്? അത് അമ്മ തന്നെ കത്തിക്കട്ടെ എന്ന് പറഞ്ഞു സേതു. വേണ്ട, പല്ലവി കത്തിച്ചാ മതി എന്ന് പറഞ്ഞു. അയ്യോ ഞാനോ അമ്മേ? അത് വേണ്ട, ഈ വീട്ടിലെ ഏറ്റവും മുതിർന്നയാള് അമ്മയല്ലേ, അപ്പൊ അമ്മ തന്നെ കത്തിക്കുന്നതാ അതിന്റെ ഒരു ഐശ്വര്യം. അമ്മയ്ക്ക് തന്നെ അതിനുള്ള അവകാശം. മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ ഇവരെല്ലാവരും നേരെ മാധവ അദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നിട്ട് വിളക്ക് കത്തിക്കാണ്. അപ്പൊ വിളക്ക് കത്തിച്ചു പൂർണിമാമ വിളക്ക് കത്തിച്ചിട്ട്, മാധവേട്ടാ നമ്മുടെ മോളുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്, കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തൊഴുകയോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വിളക്കങ്ങ് അണഞ്ഞുപോയി. ഇത് കണ്ടപ്പോഴത്തേനും ആകെ ടെൻഷനായി നമ്മുടെ പൂർണിമാമയ്ക്ക് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോ വേഗം തന്നെ ചെയ്തു, അമ്മേ അത് കാറ്റടിച്ചോണ്ടാ, ഒന്നുകൂടെ കത്തിച്ചാൽ മതിയെന്നേ. ഇതൊക്കെ വിളക്ക് ഇടുന്നതും കത്തിക്കുന്നതും ഒക്കെ സർവ്വസാധാരണ അല്ലേ, അതൊന്നും സാരമില്ലെന്നേ, അമ്മ ഒന്നുകൂടെ കത്തിക്ക് എന്ന് പറഞ്ഞ് വേഗം പൂർണിമാമ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഋതുവും സ്വാതിയും അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും തോന്നി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ അച്ചു വന്ന് പറയാണ്, മിത്രേട്ടൻ തന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ ചേച്ചി, വാ നമുക്കിത് എന്താന്ന് തുറന്നു നോക്കാം എന്ന് പറഞ്ഞ് പല്ലവിയും കൂട്ടിക്കൊണ്ട് അച്ചും അകത്തേക്ക് കയറി പോവാണ്. നമ്മുടെ പ്രതാപൻ അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് എന്താണാവോ എന്ന് ചോദിച്ചോ. എന്താ എന്ന് ചോദിച്ചു. അയ്യോ ഇവിടെ ഉണ്ടായിരുന്നോ, അത് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. പിന്നെ നിന്റെ പണിക്കാരൊക്കെ എത്തിയോ എന്ന് ചോദിച്ചു. എത്തിയല്ലോ, എന്താ പ്രതാപ സാർ കണ്ടില്ലേ? അപ്പൊ വേഗം തന്നെ പൂർണിമയുടെ അടുത്തേക്ക് വന്നിട്ട്, ചേച്ചി കേട്ടു ചേച്ചി, പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് ഒന്ന് പറയാമായിരുന്നു. നീലിനമ്മയ്ക്ക് അത് ഭയങ്കര വിഷമായി പോയി. പിന്നെ ഞാൻ ഒരു വിധം അതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ? അല്ല, ഒരു കുടുംബമായിട്ട് കഴിയുമ്പോ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്റെ മോക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. പ്രതാപ, നീ വന്നത് പരസ്യത്തിന്റെ കാര്യം ചോദിക്കാനൊന്നും അല്ലാന്ന് എനിക്കറിയാം. കല്യാണ ഒരുക്കങ്ങള് എവിടം വരെ ആയി എന്നറിയാനും അല്ല. എന്താ നിന്റെ മനസ്സിലാം? ചേച്ചിയോട് പറയടാ. ഒന്നുമില്ല ചേച്ചി. എന്നാ ഞാൻ പറയട്ടെ പ്രതാപ, കണക്കറിയണം. എന്താ? എന്തിന്റെ കണക്ക്? അല്ല, അച്ചുവിന് കിട്ടുന്നതിന്റെ കണക്ക്. അതറിയാനല്ലേ നീ വന്നത്? എന്താ ചേച്ചി ഇത്? അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ച കാര്യല്ലേ. ഒരു പ്രാവശ്യമൊന്നും അല്ല, പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാ. ആണോ? ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞു പ്രതാപൻ. പക്ഷെ ഞങ്ങൾ മറന്നിട്ടില്ല. എന്നാ എത്ര കിട്ടുമെന്ന് കാത്തിരിക്കുന്നവരോട് പറഞ്ഞേക്ക്, ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയണം കേട്ടോ. ഒരു തരി പൊന്നിടാതെയാ ഞങ്ങൾ അച്ചുവിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോണെന്ന് പറയണം. എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്കൊന്ന് കാണാം. എന്ത് സംഭവിക്കാൻ? ചേച്ചിയുടെ ഒരു തമാശ. എന്റെ ചേച്ചിയുടെ കാര്യം എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല. അതെ, ഞങ്ങളെ ശരിക്കും പൊന്നും പണവും മോഹിച്ചു വന്നവരൊന്നും അല്ല, ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി കേട്ടോ. അതുകൊണ്ടാ പറയണത്. പിന്നെ അപ്പൊ പ്രതാപൻ ഇങ്ങനെ സമയം നോക്കിയിട്ട്, എന്നാ പിന്നെ ചെല്ലട്ടെ എന്നാന്നറിയില്ല, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ സേതു ചോദിച്ചു, അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഒന്നും പറഞ്ഞില്ലേ? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞു കാണും, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലൊക്കെ തന്നെ. എന്നാ ശരി ചേച്ചി, കാണാം കാണണം.
ആ കാണാം എന്നൊക്കെ പറഞ്ഞ് വേഗം പ്രതാപൻ അവിടെ നിന്ന് സ്കൂട്ടാകാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ പൂർണിമാമ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വാലിനെ തീ പിടിച്ചതുപോലെ നടക്കുന്ന അതുകൊണ്ടാ. എനിക്കറിഞ്ഞൂടെ അവൻ കള്ളൻ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് സേതു റൂമിലേക്ക് പോയി. നമ്മുടെ പൂർണിമാമ അപ്പുറത്തേക്ക് മാറിപ്പോവാണ്. പിന്നെ കാണും നമ്മുടെ അച്ചുവിനെയാണ്. അച്ചു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ വേണ്ട സ്വാതി കുറേ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇത് നല്ലതല്ലേ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പം കുഴപ്പമില്ല, എന്ത് പറ്റി? ആകെ മുഖം ഒരു ഡള്ളായിട്ടിരിക്കണം. ഈ ലോകത്തൊന്നും അല്ലേ, നല്ല മൂഡൗട്ടുണ്ടല്ലോ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ദേ കല്യാണാണ്, ഹാപ്പി ആയിട്ടിരിക്കണം ചേച്ചി, ശ്രമിക്കാം എന്ന് പറഞ്ഞു. നടക്കുമോന്നറിയില്ല. എന്ത് പറ്റി? ആളാകെ മൂഡ് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഓ ശരി, ഞാനാണിപ്പോ ചോദിക്കുന്നതാണല്ലോ ഇപ്പൊ കുറ്റം. ഈ സമയത്താണ് പല്ലവിയും സേതുവും വരുന്നത്. ഓ ദേ പ്രിയപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ ഇനി സംസാരിക്കുന്നതിനിടയ്ക്ക് ശല്യം ആവുന്നില്ലേ, പറ്റിയ കൂട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ വേഗം തന്നെ സ്വാതി ഈ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്തോണ്ട് മേളിലേക്ക് പോവാണ്. എന്താ അവക്കൊരു പിണക്കം? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ചോദിച്ചു സേതു. ഒന്നുമില്ല, ഞാൻ ചിരിച്ചുല്ലസിച്ച് നിൽക്കണം, പറ്റണ്ടേ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്റെ സേതുവേട്ടാ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ. കൊല്ലാൻ കൊണ്ടുപോകുന്ന പോത്തിന്റെ അവസ്ഥയാ എന്റേത്. എനിക്ക് സന്തോഷിക്കാനേ പറ്റുന്നില്ല സേതുവേട്ടാ. എന്തോ ഒരു ദുരന്തം വരാൻ പോകുന്നു മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നാ. അങ്ങനെയൊന്നും ഇല്ല അച്ചു എന്ന് പറഞ്ഞു. എല്ലാം ശരിയാകും, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ആകെ ഒരു ആശ്വാസം നിങ്ങൾക്ക് എന്നെ എന്ന് മനസ്സിലാകുന്നു എന്നതാണ്. ഈ വീട്ടില് വേറെ ആർക്കും അതിന് കഴിയുന്നില്ല സേതുവേട്ടാ. കൂടെ ഉണ്ടാവൂലോ അല്ലെ? എന്തിനും സംശയം എന്താ, ഞങ്ങൾ ഉണ്ടാവും എന്തിനും എപ്പോഴും. അത് മതി, ആ ഒരു ധൈര്യം മതി കേട്ടോ എനിക്ക് മുൻപോട്ട് ജീവിക്കാൻ. ഈ ഉറപ്പാ എന്റെ ധൈര്യം, എന്റെ ശക്തി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനെ നോക്കിയിട്ട് സേതു വേഗം തന്നെ ഒരു കയ്യില് ഒരു എന്താ പറയാ സെറ്റ് സാരി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ സേതു വേഗം തന്നെ ഈ സെറ്റ് സാരി എടുത്തിട്ട് നമ്മുടെ അച്ഛന് നേരെ നീട്ടാണ്. അച്ചു ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ, ഒരു സെറ്റ് സാരി എന്ന് പറഞ്ഞു. അച്ചു ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി ആള്. അപ്പൊ വേഗം തന്നെ സത്യം പറയട്ടെ, അപ്പൊ താങ്ക്സ് ഏട്ടാന്നൊക്കെ പറയണമെന്നുണ്ട്. മുഖമൊക്കെ ഭയങ്കര സന്തോഷമായി. അതെ, ഇതല്ലാതെ ഏട്ടന്റെ കയ്യില് വേറെ ഒന്നും മൂക്ക് തരാനില്ല എന്ന് പറഞ്ഞു. ഇത് ഉടുക്കണം, എപ്പോഴെങ്കിലും മതി എന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടന്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാ എന്ന് മാത്രം പറഞ്ഞു. അയ്യോ വലിയ വിലയുള്ളതൊന്നും അല്ല, ബാക്കി ചെലവ് കഴിഞ്ഞ് മിച്ചം പിടിക്കുന്നതിൽ നിന്ന് ഞാൻ നിനക്കായിട്ട് ഓരോന്ന് വാങ്ങിയതാണ് എന്ന് കൂട്ടിക്കോളൂ. ഈ സമ്മാനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ഏട്ടൻ അറിയോ? അതിന്റെ വിലയിലല്ല കാര്യങ്ങള്, തരുന്ന ആളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം, അയാളുടെ സ്നേഹവും. അത് രണ്ടും ഇതിലടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത് കൊടുക്കും. ഏട്ടൻ വാങ്ങിത്തന്ന ഈ സാരി മറ്റേത് സമ്മാനത്തെക്കാളും ഏറ്റവും വലുത്. സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. സേതുവിന് ആകെ സന്തോഷമായിട്ടോ, ഭയങ്കര ഹാപ്പിയായി. പല്ലവി അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ പല്ലവിക്ക് മനസ്സിലായി ഏട്ടന്റെ മനസ്സൊക്കെ നിറഞ്ഞു എന്ന്. ഇതിന്റെ വില എത്രയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഏട്ടാ, അത്രയ്ക്ക് വില മതിക്കാനാവാത്തതാ ഇത് എന്ന് പറഞ്ഞു. ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം കണ്ടപ്പോ പല്ലവിക്ക് സന്തോഷമായി. നമ്മുടെ സേതുവിന്റെ കാലിലൊക്കെ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങാണ്. നന്നായി വരും മോക്ക്, ഒന്നിനും ഒരു പേടിയും വേണ്ട കേട്ടോ. ഈ ഏട്ടനുണ്ട് എല്ലാത്തിനും കൂടെ. എനിക്കറിയാം നിന്റെ മനസ്സിനെ കലക്കമൊക്കെ എനിക്കറിയാം. സമാധാനായിട്ടിരുന്നോ, എല്ലാം ഭംഗിയാവും തന്നെ, നീ വിശ്വസിച്ചോ, ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ഏതുവരെ നടത്തിയ പ്രാർത്ഥനകളൊന്നും വെറുതെ ആവില്ലച്ചു, അതിന് ബലം ഉണ്ടാവും മോളെ, നീ സമാധാനിക്ക എന്നൊക്കെ പറഞ്ഞു. എല്ലാം ശരിയാവൂടാ എന്നൊക്കെ പറഞ്ഞ് അച്ചുവിനെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ചു. എങ്കിലും അച്ചുവിന്റെ ഉള്ളിനുള്ളിൽ തീയാണ്. നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും, അതേ നടക്കൂ എന്ന് പല്ലവിയും ആശീർവാദം കൊടുത്തു. പക്ഷേ എങ്കിൽ നമ്മുടെ എന്താ പറയാ, അച്ചു ആഗ്രഹിക്കുന്ന പോലെ ആണെങ്കിൽ നമ്മുടെ ഹരിയുമായിട്ടായിരിക്കണം വിവാഹം നടക്കുന്നത്. ഒരിക്കലും നിഖിലിനെ സ്വപ്നം കണ്ടിട്ടേ ഇല്ല നമ്മുടെ അച്ചുവിന് ആകെ ഇഷ്ടമുള്ളത് നമ്മുടെ ഹരിനെയാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല, ഹരിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഹരി ഇങ്ങനെ നിൽക്കുകയാണ് അതിന്. പിന്നെ അച്ചുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് നമ്മുടെ അച്ഛന്റെയും അമ്മയും പഴയ കാലത്തെ ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മുടെ പൂർണിമാമയും മാധവൻ സാറും കൂടെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം അതെ, ഞാൻ ഇന്ന് ട്രാവൽ ഏജൻസി കണ്ടിരുന്നു. എന്തിനാ എന്ന് ചോദിച്ചു. ടൂർ പോവാനാ? അല്ലെന്നേ, ഹണിമൂൺ ട്രിപ്പിന്. ഹണിമൂണിനോ? ആര് എന്ന് ചോദിച്ചു. നമ്മുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് ഹണിമൂണിന് പോകണം എന്ന് പറഞ്ഞു. പിന്നെ ഈ വയസ്സനാം കാലത്തല്ലേ എന്ന് പൂർണിമാമ പറയുമ്പോ, ഈ വയസ്സെന്ന് പറയുമ്പോ എന്തെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്?
അതെ, 60 വയസ്സിലും ചെറുപ്പമായി നിൽക്കാം. അതായത് 20 വയസ്സിലും വാർദ്ധക്യത്തിലും എത്തും. അതാണ് മനസ്സിന്റെ ഒരു പ്രത്യേകത. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഈ സമയത്താണ് ഋതുവും സ്വാതിയും പല്ലവിയല്ല നമ്മുടെ അച്ചും കൂടി ഓടി കളിച്ചിങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം എന്തോ ഋതിക തട്ടിപ്പറിച്ചുകൊണ്ട് വന്നു അച്ചുവിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ കയ്യിലൊരു ഒരു മാഗസിനാണ്. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അച്ചുവിന്റെ കയ്യിലിരുന്ന ഒരു മാഗസിന് ഋതു തട്ടിപ്പറിച്ചതാ. അതിനാണോ ഈ ഒച്ചപ്പാടും ബഹളവും എന്ന് പൂർണിമാമ ചോദിച്ചപ്പം, അമ്മേ അതിനകത്ത് ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് പറഞ്ഞതിനാണ് ഇവര് തട്ടിപ്പറിച്ചോണ്ട് പോയത് എന്ന് പറഞ്ഞു. ഏതാ കാണിച്ചേ എന്ന് പറഞ്ഞപ്പം വേഗം കാണിച്ചു. അപ്പൊ സാധാ ഒരു സെറ്റ് സാരി. അയ്യോ മോളെ, ഇത് സാധാ സാരിയല്ലേ എന്ന് ചോദിക്കാണ്. അതെ അച്ഛാ, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്റെ പൊന്നു ചേച്ചി, കല്യാണമൊക്കെ വരുമ്പോ ഒരു 2 ലക്ഷം രൂപയുടെ സാരി എങ്കിലും ഇഷ്ടപ്പെടണ്ടേ? അതൊക്കെയല്ലേ ഒരു ട്രെൻഡ് എന്ന് ചോദിച്ചു. അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സിമ്പിൾ ആയിരിക്കാനാ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ്, മോക്ക് ഇതാണോ ഇഷ്ടം? ഇതാ അച്ഛാ എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ അച്ഛൻ എനിക്ക് ഇത് വാങ്ങി തന്നാ മതി. ചേച്ചി ഈ സാരിയൊക്കെ കൊടുത്താലേ ഞങ്ങൾക്ക് എങ്ങനെയാ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ പറ്റുന്നത്? ചേച്ചി ചതിക്കല്ലേ എന്ന് സ്വാതി. അദ്ദേഹം പറയാണ്, അച്ഛൻ പറയാണ്, അതെ മോള് വിഷമിക്കണ്ട കേട്ടോ, മോക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ മോളുടെ കല്യാണത്തിന് അച്ഛൻ ഇത് വാങ്ങി തന്നിരിക്കും. ഇത് അച്ഛൻ തരുന്ന വാക്കാ. മോളുടെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കുകയുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അച്ചുവിന്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. അപ്പൊ അച്ചു വേഗം ഈ സാരി കണ്ടപ്പോ അതാണ് ഓർത്തത്. ഒരു സെറ്റ് സാരി സേതു വാങ്ങിക്കൊടുത്തപ്പോ അപ്പൊ ഇത് വാങ്ങിയിട്ട് ആള് നിന്ന് കരയാണ്. അപ്പൊ സേതു, മോളെ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പം, സേതുവേട്ടാ ഞാൻ വേഗം, എന്ത് പറ്റി? അയ്യോ നിനക്ക് സാരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഉടുക്കണ്ട, ഒരു കുഴപ്പമില്ല മോളെ, അതിന് ഒരു പ്രശ്നവുമില്ല. അതല്ല സേതുവേട്ടാ, ഞാന് പെട്ടെന്ന് അച്ഛനെ ഓർമ്മ വന്നു. ഞാന് പണ്ട് ഇങ്ങനെ ഒരു മാഗസിൻ കാണിച്ച് ഇതുപോലത്തെ ഒരു സാരി വാങ്ങി തരണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ കല്യാണത്തിന് അതുപോലത്തെ തന്നെ സാരി വാങ്ങി തരാമെന്ന്. ഇതിപ്പോ സേതുവേട്ടൻ വാങ്ങി തന്നപ്പോ അച്ഛൻ വാങ്ങി തന്ന പോലെ എനിക്ക് തോന്നിയത്. മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അച്ഛൻ തന്നെയാ വാങ്ങിയെന്ന് കൂട്ടിക്കോ. മോളുടെ അച്ഛനില്ലാന്ന് ആര് പറഞ്ഞു? അച്ഛനായിട്ട് സേതു എണ്ണില്ലേ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച് സേതു ആശ്വസിപ്പിക്കാണ് കേട്ടോ. ദേ അച്ഛത്തിന് സ്ഥാനത്തല്ല കേട്ടോ, അച്ഛൻ തന്നെയാന്ന് നീ കരുതിക്കോണം, മനസ്സിലായോ? അച്ഛൻ എന്തൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു തന്നിട്ടാണോ പോയത്, അതൊക്കെ ചെയ്തു തരാനാ ഈ ഏട്ടൻ വന്നിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സേതുവിന്റെ കണ്ണുന്ന് പറഞ്ഞു, കാര്യം മാത്രല്ല കേട്ടോ, എല്ലാം അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും എന്ന് പറഞ്ഞു. എടി അതെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ പല്ലവി അങ്ങോട്ടേക്ക് കയറി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അച്ഛനില്ലാത്ത ഒരു കുറവും നിങ്ങൾക്കുണ്ടാവില്ല കേട്ടോ, ഉണ്ടാക്കില്ല ഈ വല്യേട്ടൻ, മനസ്സിലായോ എന്ന് പറഞ്ഞു. അതെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ അച്ചു, വല്യേട്ടൻ എന്നൊക്കെ വിളിക്കുന്നതേ സൂക്ഷിച്ചു വേണം കേട്ടോ, ആ വിളി ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞു. ചേച്ചി സേതുവേട്ടൻ എന്ന് മാത്രം വിളിച്ചാ മതി. ആഹാ നീ കൊള്ളാലോ ആണ് കേട്ടോ സേതുവേട്ട, അച്ചു പറയുന്നത് വിളിക്ക് വരെ അവകാശമായി. അതിന്റെ കണക്കായി ഇപ്പൊ മനസ്സ് നിറയെ. കൊള്ളാലോ അച്ചു, നിങ്ങളുടെ വല്യേട്ടനൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ അതിനേക്കാൾ ബന്ധമാണ് ഞങ്ങള് തമ്മിലുള്ളത്. എന്റെ ആരായിരിക്കുന്നെന്ന് അറിയോ? ആരായിരിക്കും? അത് വേണ്ട, പല്ലവി ചേച്ചി തന്നെ പറ ആരായിരിക്കുമെന്നും. അയ്യടി അത് വേണ്ട, എന്റെ നാവിന്ന് കേട്ട് സുഖിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു. എന്റെ ഈ ജീവിതത്തില് ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സേതുവേട്ടനോട് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിനും ഭയങ്കര സന്തോഷമായി, അച്ചുവിന് സന്തോഷമായി കേട്ടോ. ഇത് കണ്ടപ്പോ സേതു ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ദേ ആ ഫോട്ടോ ഇരിക്കുന്ന ആളെ കണ്ടോ എന്ന് ചോദിച്ചു. അച്ചു കാണിച്ചു കൊടുക്കണം അച്ഛന്റെ ഫോട്ടോയിലേക്ക്. അതെ ആ ആള് ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ പുണ്യാണ് ദേ ഈ നിൽക്കുന്ന ഞങ്ങളുടെ വല്യേട്ടൻ. സത്യമായിട്ടും കിട്ടിട്ടോ, വാങ്ങിത്തരാന്ന് പറഞ്ഞതില്ലേ അത് കിട്ടി എന്ന് അച്ഛനോട് ഈ സാരിയൊക്കെ കാണിച്ചിട്ട് അച്ചു പറയാണ്. സന്തോഷായി, താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. അല്ലവ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. സേതുവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് തോന്നിയോ എന്ന് ചോദിച്ചു. മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? പറഞ്ഞോട്ടെ, എന്നെ കളിയാക്കോ എന്ന് ചോദിച്ചു. ഞാനോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. പറ സേതുവേട്ട എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയിട്ട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. എന്തിന്? അല്ല എന്നെ ശരിക്കൊരു വലിയടനാക്കി മാറ്റിയതിന്, അതിനാ താങ്ക്സ് എന്ന് പറഞ്ഞു. ഒരു വെട്ടുപോത്തായിരുന്നു ഞാൻ, ആരോട് സ്നേഹമില്ല. അച്ചു, ഋതു, സ്വാതി, അങ്ങനെ അമ്മയും എല്ലാവരും ശല്യമായിട്ട് മാത്രം ഞാൻ കണക്കാക്കിയിരുന്നത്. പക്ഷേങ്കില് ആ തോന്നല് മാറ്റി തന്നത് പല്ലവിയാ.
അതുകൊണ്ട് ഇപ്പൊ നന്നായതല്ലേ ഉള്ളൂ. സേതുവേട്ടന് ഇപ്പൊ ഒരു കുടുംബം ഉണ്ടായല്ലോ, അതാ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. പണ്ട് ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? പറ. സ്നേഹിക്കാൻ എത്ര ആളാ ചുറ്റിനുള്ളത്? ആരൊക്കെ ഉണ്ടായാലും എനിക്ക് വലുത് പല്ലവി തന്നെയാ. സന്തോഷം എന്ന് പറഞ്ഞു. കേൾക്കാൻ തന്നെ ഒരു നല്ല സുഖമുണ്ട്. എന്നെ അംഗീകരിക്കാനും ഉണ്ടല്ലോ ഒരാള്, അതാ ഒരു ഭാഗ്യം തന്നെയാ എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. വേഗം തന്നെ ഹലോ സർ, സർ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ സേതു വേഗം അപ്സെറ്റായി. ചതിക്കരുത് സർ, ആകെയുള്ള പ്രതീക്ഷയാ എന്ന് പറഞ്ഞ ഫോൺ അങ്ങോട്ട് ചെയ്തു. എന്താ സേതു ഏട്ടാ, എന്തു പറ്റി, എന്താ എന്ന് ചോദിച്ചു. ആകെ പ്രശ്നമായി പല്ലവി എന്ന് പറഞ്ഞു. കല്യാണം നടത്താൻ ഞാൻ ഒരാളോട് കുറച്ച് പണം കടം ചോദിച്ചിരുന്നു, തരാൻ നേറ്റതാ. ഇപ്പൊ ദേ തരാൻ പറ്റില്ല എന്ന് പറയാ. ഞാനിനി എന്ത് ചെയ്യും പല്ലവി എന്ന് ചോദിച്ചു. അപ്പൊ സേതുവിന് ആകെ ടെൻഷനായിട്ടോ. കാശിന് ഞാൻ എവിടെ പോവും പല്ലവി എന്ന് ചോദിച്ച് ടെൻഷൻ അടിക്കാണ്. കാശില്ലെങ്കിൽ കല്യാണം. വിഷമിക്കേണ്ട സേതുവേട്ടാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്ത് വഴി? ഇനി ഒരു വഴി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ പെട്ടല്ലോ പല്ലവി, ഞാനിനി എന്താ ചെയ്യുക? ഞാൻ എല്ലേട്ട എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് അവളെന്നെ കളിയാക്കില്ലേ? അത് മാത്രല്ല പൂർണിമാമയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്ന് ചോദിച്ചു. ഒന്നും സേതുവേട്ടന്റെ തെറ്റല്ലല്ലോ, എല്ലാം ഋതു അല്ലേ ഇതിനെല്ലാം കാരണക്കാരി. അവള് കല്യാണത്തിന് വെച്ച് മാറ്റി വെച്ചിരുന്ന കാശെടുത്ത് പരസ്യം ഷൂട്ട് ചെയ്തത് അവളല്ലേ. ഇതൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ ഞാനല്ലേ കല്യാണം നടത്തേണ്ടത്, എന്റെ ചുമതല ആയിരുന്നില്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും പല്ലവി എന്ന് ചോദിച്ച് സങ്കടപ്പെടുകയാണ്. എന്ത് വന്നാലും നടത്തും എന്ന് പറഞ്ഞത് ഈ ഞാനല്ലേ, എന്നിട്ടിപ്പോ നടത്താൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നാല് ഒരു കാര്യമുള്ളൂ, ഈ കല്യാണം മുടങ്ങിയ പിന്നെ സേതുവിനെ പിന്നെ ആരും കാണില്ല, സേതു ജീവനോടെ ഉണ്ടാവില്ല ഞാൻ എന്ന് പറഞ്ഞ സേതു സങ്കടപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. പല്ലവിക്കും ആകെ വിഷമോ സങ്കടമോ ഒക്കെ ആയിട്ടോ ആ പോക്ക് കണ്ടിട്ട് പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം നമ്മുടെ സേതുവിന് ഒരു വമ്പൻ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സത്യം നമ്മുടെ പല്ലവി സേതുവിനോട് പറയാണ്. അത് മാത്രമല്ല നമ്മുടെ പല്ലവിയുടെ നെറ്റിയിലെ സിന്ദൂരം തൊടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സേതു. അങ്ങനെയുള്ള നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.